ഹലോ. ആ അതേടി, അമ്മ തന്നെയാ. എന്തൊക്കെയുണ്ടെടി വിശേഷങ്ങൾ? മരുമോളൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ട്? അവരവിടെ ഉണ്ടാ? അത് ശരി, അവളുടെ വീട്ടിൽ പോയേക്കാന്ന്. ആ നാളെ വരുള്ളൂ. ആയിക്കോട്ടെ, നല്ല കാര്യം. ഉം, പിന്നെ വന്നോടം കൊണ്ടൊക്കെ എങ്ങനെയുണ്ട്? കാലത്താ 7:30 എനിക്ക് വരണത്. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനാന്നാ? ഇതല്ല ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത്. ഈ വക ശീലങ്ങളും കാര്യങ്ങളും മുളയിലെ അങ്ങോട്ട് നുള്ളി കളയാം. നിനക്കറിയാലോ ഈ കുടുംബത്തെ കാര്യങ്ങൾ ഞാനെങ്ങനെയാണ് നടത്തണേന്നുള്ളത്. നിൻ്റെ അനിയൻ്റെ കെട്ടിയോള് ഈ കുടുംബത്ത് വന്നിട്ട് കൊല്ലം 25 കഴിഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ശീലങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടാ? അവൾ വന്ന കാലം തൊട്ട് ഇന്ന് വരെയും ഇവിടെ എന്ത് തീരുമാനിക്കണോ, എന്ത് നടത്തണോ അതൊക്കെ എൻ്റെ ഇഷ്ടത്തിന്. അവളോട് ചോദിക്കാനോ പറയാനോ അഭിപ്രായം അന്വേഷിക്കാനോ ഇവിടെ ആരും നിൽക്കാറില്ല. അവൾക്കായിട്ട് ഇതുവരെ ഞാനൊരു സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ടുമില്ല. അല്ല, അതൊന്നും നിൻ്റെ ആങ്ങളയ്ക്കൊരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെ നിന്നാൽ നിനക്ക് കൊള്ളാം. പിന്നെ പണ്ടത്തെ കാലമൊന്നുമല്ല. ഇവിടെ വന്നോളൂ അങ്ങനെ നിന്നു എന്ന് വെച്ചിട്ട് ഇന്നത്തെ പെൺപിള്ളേർ അങ്ങനെ നിന്നേക്കണം എന്നില്ല. അപ്പോൾ ഒരു തഞ്ചത്തിൽ ആ കുടുംബത്തെ കാര്യങ്ങൾ നിൻ്റെ ഇഷ്ടത്തിന് നിൻ്റെ നിയന്ത്രണത്തിൽ നീ അവളെ കൊണ്ട് ചെയ്യിക്കുക. അതാണ് നിൻ്റെ മിടുക്ക്. അല്ലാണ്ട് വന്ന പാടെ അവളെ എടുത്തങ്ങോട്ട് തലയെ വെച്ച് അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഒഴിഞ്ഞിട്ട് കൊടുക്കല്ല ചെയ്യേണ്ടത്. തുടക്കത്തിൽ കുറച്ച് പൂങ്കണ്ണീരൊക്കെ ഒലിപ്പിക്കും. അതൊന്നും നീ കാര്യമാക്കണ്ട. അങ്ങനെ ചെയ്താൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നീ കുത്തിരുന്ന് മോങ്ങേണ്ട വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ.